ഇന്നത്തെ നമ്മുടെ യാത്ര കപ്രിക്കാടുള്ള അഭയാശരണ്യം ഇക്കോ ടൂറിസത്തിലേക്കാണ്. ഇത് കേരള വനം വന്യജീവി വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണ്. ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ആനകളെ കാണാം. അതുപോലെ പുള്ളിമാൻ, കലമാൻ, അതുപോലെ രക്തചന്ദനത്തോട്ടം, നമുക്ക് അതുപോലെ ബാംബു ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് ധാരാളം ചിത്രശലഭങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 പാർക്കിങ്ങുകളാണുള്ളത്. നമുക്ക് 2 പാർക്കിങ്ങിലും വണ്ടി പാർക്ക് ചെയ്യാം. ധാരാളം പാർക്കിംഗ് സൗകര്യമുണ്ട്. 50 രൂപയാണ് കേട്ടോ നമ്മുടെ കാറിനൊക്കെ നമുക്ക് പാർക്കിംഗ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എക്കോ ടൂറിസം പദ്ധതിയുടെ മാപ്പ് കാണിച്ചിരിക്കുന്നത്. ഈ എക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിയാർ നദിയുടെ സൈഡിലായിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അഭയാശരണ്യം ഇക്കോ ടൂറിസം പദ്ധതിയുടെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. അഡൾട്ടിന് 50 രൂപയും ചിൽഡ്രൻസിന് 20 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ ക്യാമറയ്ക്ക് ഒക്കെ നമുക്ക് വേറെ പൈസ കൊടുക്കണം. നമ്മളിവിടുന്ന് ആദ്യം പോകുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനാണ്. അതിന് ശേഷം നമ്മൾ ഡീർ പാർക്ക്, പിന്നെ എലിഫന്റ് ക്യാമ്പ് അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ. നമുക്കിവിടെ ധാരാളം ബട്ടർഫ്ലൈനെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ മഴയുള്ള സമയത്ത് വരുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ വേനൽ സമയം നമുക്ക് ഈ നമ്മുടെ മരങ്ങളും അതുപോലെ ചെടികളൊക്കെ ആകെ വാടി തളർന്നൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് കുറച്ച് പച്ചപ്പ് കുറഞ്ഞ സമയമാണ് കേട്ടോ ഇപ്പം. നല്ല മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഡീർ പാർക്കിലുണ്ട്. അതായത് മിനി സൂ എന്ന് പറയും. ഇവിടെ നമുക്ക് ഇതുണ്ടോ പുള്ളിമാനുണ്ട്. നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്ന ഇവിടെ ധാരാളം പുള്ളിമാനുകളുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ കലമാൻ അല്ലെങ്കിൽ കേഴമാൻ എന്നറിയപ്പെടുന്ന മാനെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ 2 ടൈപ്പ് മാനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സാമ്പാർ ഡിയർ അഥവാ കലമാൻ അല്ലെങ്കിൽ കേഴമാൻ എന്നറിയപ്പെടുന്ന ഒരു മാൻവർഗ്ഗമാണ് ഈ കാണുന്നത്. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ കൊമ്പുകൾ, അതായത് മെയിൽ മാനിന്റെ കൊമ്പുകൾ ഇങ്ങനെ ശിഖരങ്ങൾ പോലുള്ള കൊമ്പുകളാണ്. അതുപോലെ ഫീമെയിലിന് കൊമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവയ്ക്ക് ഏകദേശം ഒരു 1.5 മീറ്ററോളം ഉയരം ഇവർക്ക് വെക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു തൂക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 225 300 കിലോ വരെ ഇവയ്ക്ക് തൂക്കം വെക്കുന്നതാണ്. ഇപ്പം നമുക്ക് ധാരാളം മാനുകളെ കാണാൻ പറ്റും കണ്ടോ. ഒരു ഇഷ്ടംപോലെ മാനുകളുണ്ട് ഇവിടെ. ഇവയെല്ലാം പോയി ഒരു കൂട്ടമായിട്ട് ആണ് നിൽക്കുന്നത്. ഈ കാണുന്നത് പുള്ളിമാൻ എന്നറിയപ്പെടുന്ന മാനാണ്. ഇവ നമ്മുടെ കേഴമാനേക്കാളും താരതമ്യേന സൈസ് കുറഞ്ഞവയാണ്. അതുപോലെ തന്നെ ഇവർക്ക് തീറ്റയായിട്ട് ഇതുണ്ട്. പ്ലാവിന്റെ ഇലകള് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ അവരൊരു മരത്തിന്റെ കീഴിലാണ് എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നത്. അതുപോലെ ഈ മാനുകൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷെഡുകൾ പോലെ ചില സ്ഥലങ്ങളിൽ ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പോണ്ട് പോലെ നിർമ്മിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കും. അതുപോലെ തീറ്റ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. ആവശ്യമുള്ളപ്പോൾ അവരവിടുന്ന് തീറ്റ കഴിക്കും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മിനി സൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഡീർ പാർക്കിന്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ആനത്താവളത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പല ആനകൾ നിപ്പുണ്ട് കേട്ടോ. ഓരോ ആനകൾക്കും ഇവർ പേരിടുന്നുണ്ട്. ഈ കാണുന്ന ആന അഞ്ജന എന്ന് പറഞ്ഞ ആനയാണ്. 2020 കണക്കനുസരിച്ച് ഈ ആനയ്ക്ക് 14 വയസ്സാണ് കേട്ടോ ഉള്ളത്. നമുക്കിവിടെ പല പല ആനകളെ ഓരോ ഷെഡിൽ ഇവർ ചെങ്ങലിട്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ മാനിനോടത്തോളം തന്നെ ആനകൾക്കും പ്ലാവിൻ്റെ കമ്പുകളാണ് ഇവർ തീറ്റയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സെക്ഷൻ ഉള്ളതെല്ലാം പിടിയാനകളാണ് കേട്ടോ. പല ആനകൾ നിൽപ്പുണ്ട്. ഇത് ആശ എന്ന് പറഞ്ഞൊരു ആനയാണ്. കൂട്ടത്തിൽ ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഒരു ആനയാണ് കേട്ടോ. ഏകദേശം ഡാൻസ് കളിക്കുന്ന പോലെ ഈ ആന ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ നിൽക്കുന്നതും ഈ ഒരു ആനയാണ്. കാരണം നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ നാടുന്ന് കാണാൻ വേണ്ടിയിട്ട്. പിടിയാനകളെ പുറകിലായിട്ട് നമുക്ക് ഇതുപോലുള്ള കൊമ്പൻ ആനകളെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മളൊരു ഏറുമാടം കണ്ടത്. നമ്മൾ അങ്ങനെ പതുക്കെ ഏറുമാടത്തിൽ
കയറാമെന്ന് വിചാരിച്ചു. ഈ ഏറുമാടത്തിൽ കയറി നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഫോറസ്റ്റിന്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുള്ള ഒരു ഏറുമാടം വളരെ നാച്ചുറലായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏറുമാടത്തിൽ നിന്നും പുറത്തിറങ്ങി അതിനുശേഷം നമ്മൾ മുൻപോട്ട് നടന്നു. ഇപ്പം നമുക്കിവിടെ ധാരാളം ബാംബു കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് രക്തചന്ദനത്തോട്ടവും ഇതുപോലുള്ള ബാംബു ഫോറസ്റ്റുമാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണയായി നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പുള്ള ബാംബു ആണ്. ഇവിടെ ധാരാളം ബാംബു നിപ്പുണ്ട്. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം ബാംബു ഫോറസ്റ്റിൽ കൂടി നടന്നു. ഇനി നമുക്ക് കാണാനുള്ളത് രക്തചന്ദനത്തോട്ടമാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ രക്തചന്ദനത്തോട്ടം. കുറച്ചുകൂടെ മുൻപോട്ട് നടന്നപ്പോൾ വീണ്ടും നമ്മുടെ ബാംബു ഫോറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ ധാരാളം പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ച് കുറേ ഭാഗം ഇവർ ശരിക്കും ഇത് വെട്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ബാംബു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പേര് അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് നടന്നപ്പോൾ കുറച്ച് ഫോറസ്റ്റ് പോലെ സ്ഥലം കണ്ടു. എല്ലാ മരങ്ങളിലും ഇതുപോലെ മരവാഴ കയറിക്കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടി നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. പോകുന്ന വഴികളിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. ഈ കാണുന്നുണ്ടോ ചിൽഡ്രൻസ് പാർക്ക്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.